ഈ ടെമ്പിൾ ഒരു സംഭവം തന്നെയാണ് ഗൈസ്. ആക്ച്വലി ഒത്തിരി വണ്ടർഫുൾ ആർക്കിടെക്ചറാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ പുറകെ കാണുന്നതാണ് ഗൈസ് മാരുതി ഹോട്ടൽ. അവിടെ നിന്ന് അടിപൊളി ഊണായിരുന്നു. ഓക്കെ, പ്രോപ്പർ വെജിറ്റേറിയൻ ഊണായിരുന്നു. കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും. ഇറങ്ങി ഞങ്ങളിപ്പോൾ പാമ്പൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് 3 ദിവസത്തേക്ക് ഞങ്ങളുടെ കൊട്ടാരം. ഈ ഹോട്ടലിന്റെ പേരാണ് ശ്രീമത്തില്ല. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ എവിടെയാണ്? ഞങ്ങൾ കന്യാകുമാരിയിലാണ്. ഇപ്പൊ 3 ദിവസമായിട്ട് ഞങ്ങൾ കന്യാകുമാരിയിലായിരുന്നു. കന്യാകുമാരി മൊത്തം അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അപ്പൊ നിങ്ങൾ എല്ലാവരും കന്യാകുമാരിയുടെ വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോവാണ് സുചീന്ദ്രത്തേക്ക്. സുചീന്ദ്രം ഒരു ഫേമസ് ടെമ്പിൾ സ്പോട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സുചീന്ദ്രത്തെ പറ്റി. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോവാണ് സുചീന്ദ്രം എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഇന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ രാമേശ്വരമാണ്. ആക്ച്വലി നിങ്ങൾ ഹോട്ടലിൽ നിന്ന് എന്താ പറയാ ഒരു 18-20 മിനിറ്റ് ഉണ്ട് സുചീന്ദ്രം ടെമ്പിളിലേക്ക്. അത് കഴിഞ്ഞ ഒരു ഫേമസ് വേറൊരു ടെമ്പിൾ ഉണ്ട്, ഒരു നാരായണി ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ. അതൊരു ശക്തിപീഠമാണ്. അപ്പം ആ ടെമ്പിളിലും പോകണം എന്നൊക്കെയാണ് പ്ലാൻ. ഇപ്പൊ സമയം ഏകദേശം 10:30 11:30 വരെ ടെമ്പിൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ എത്താറായി, ഇനി 16 മിനിറ്റേ ഉള്ളൂ ടെമ്പിളിൽ. അപ്പോ നിങ്ങൾ കാണേണ്ട ഒരു അമ്പലം തന്നെയാണ്. ഓക്കെ, അത് ഞാൻ മാക്സിമം ശ്രമിക്കും എന്റെ വിഷ്വൽസ് എല്ലാം എടുത്ത് നിങ്ങൾ കാണിച്ചു തരാനായിട്ട് സുചീന്ദ്രം ടെമ്പിളിന്റെ. അപ്പോൾ എല്ലാവരും പോര്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം സുചീന്ദ്രം. അത് കഴിഞ്ഞ് നാരായണി ടെമ്പിൾ, അത് കഴിഞ്ഞ് രാമേശ്വരം. സത്യം പറഞ്ഞാൽ ഇത് ട്രിവാൻഡ്രം പോണ വഴിയാണ്, ഞങ്ങളുടെ നാട്ടിലേക്ക് പോണ വഴിയാണ്. അപ്പൊ അവിടെ തന്നെയാണ് സുചീന്ദ്രം ടെമ്പിളും. ഈ വഴി ആക്ച്വലി റോഡ് നല്ലതാണ്, അതുമല്ല കാണാൻ കാഴ്ചകളും അടിപൊളിയാണ്. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ആക്ച്വലി ലോട്ടസിന്റെ എന്താ പറയാ, നമ്മളെ പോണ്ട് പോലത്തെ മൊത്തം ലോട്ടസ് ആണ്. അവിടെ ഒരു ചർച്ചും ഉണ്ട്. ഇപ്പൊ ടെമ്പിള് വരുമ്പോഴത്തേക്കും ടെമ്പിളിനകത്ത് പാർക്ക് ചെയ്യണം. വണ്ടി പാർക്കിങ്ങിന് 50 രൂപയാണ്. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശുചീന്ദ്രം സ്ഥാണുമാലെ പെരുമാൾ ക്ഷേത്രം. ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെ സങ്കല്പിച്ചുള്ളതാണ് ഇവിടുത്തെ ദേവപ്രതിഷ്ഠ. എന്നാൽ ഇവിടെ ശിവനാണ് കൂടുതൽ പ്രാധാന്യം. കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശുചീന്ദ്രം ക്ഷേത്രം. നാഗർകോവിൽ, കന്യാകുമാരി രാജവീതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. തമിഴ്നാടിന്റെ ഭാഗമാകുന്നതിനു മുമ്പ് തിരുവിതാംകൂറിലായിരുന്ന ഈ മഹാക്ഷേത്രം അവിടത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു. ഇപ്പോഴും ധാരാളം മലയാളികൾ ഇവിടെ ദർശനത്തിനെത്താറുണ്ട്. ധനുമാസത്തിൽ തിരുവാതിരയ്ക്കും മേടമാസത്തിൽ ചിത്രാപൗർണമിക്കും ആറാട്ട് വരും വിധത്തിലാണ് ഇവിടത്തെ ഉത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ശിവരാത്രിയും അതിഗംഭീരമായി ആചരിച്ചുവരുന്നു. ക്ഷേത്രത്തിലുള്ള 20 അടി ഉയരമുള്ള ഹനുമത് വിഗ്രഹം പ്രസിദ്ധമാണ്. ധാരാളം ഉപദേവതാ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രമാണിത്. തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഹിന്ദുധർമ്മ പ്രബോധന കേന്ദ്രമാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 2 ഐതിഹ്യങ്ങളുണ്ട്. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയയുടെ പാതിവൃത്യവുമായി ബന്ധപ്പെട്ടതാണിതിൽ പ്രധാനം. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനുമായും ശുചീന്ദ്രത്തെ ബന്ധപ്പെടുത്തി ഐതിഹ്യമുണ്ട്. അത്രി മഹർഷിയുടെ വാസകേന്ദ്രമായിരുന്നു പണ്ട് ജ്ഞാനാരണ്യം എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം. ഭർത്താവിനെ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്ന അനസൂയമൊത്ത് അത്രി മഹർഷി കഴിയുമ്പോഴുണ്ടായ ഒരു സംഭവമാണ് ക്ഷേത്രോത്പത്തിക്ക് കാരണമായി പറയുന്നത്. ഒരിക്കൽ അവിടെ മഴ പെയ്യാതായി. അതിന്റെ കാരണം അന്വേഷിച്ച് തപസ്സനുഷ്ഠിച്ച മഹർഷിക്ക് ഉത്തരം നൽകാൻ ത്രിമൂർത്തികൾക്ക് പോലുമായില്ല. പിന്നീട് ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തി മഴ പെയ്യിക്കാനായി അത്രി മഹർഷി ഹിമാലയത്തിലേക്ക് പോയി. അനസൂയ ജ്ഞാനാരണ്യത്തിൽ ഒറ്റയ്ക്കാണെന്ന ചിന്ത മഹർഷിയെ ആദ്യമതിന് സമ്മതിച്ചില്ല. എന്നാൽ മഹർഷിയുടെ ധർമ്മസങ്കടം മനസ്സിലാക്കിയ ദേവി ഭർത്താവിനോട് ലോകനന്മയ്ക്കായി ഹിമാലയത്തിൽ പോകാൻ അപേക്ഷിച്ചു. മഹർഷി യാത്രയാകും മുമ്പ് അദ്ദേഹത്തിന്റെ കാല് കഴുകിയ വെള്ളമെടുത്ത് അനസൂയ സൂക്ഷിച്ചു. ഭർത്താവിന്റെ അഭാവത്തിൽ തനിക്കിത് ശക്തി നൽകുമെന്നും അവർ വിശ്വസിച്ചു. ഭർത്താവിന്റെ അഭാവത്തിലും അദ്ദേഹത്തിനായി പൂജകളും പ്രാർത്ഥനകളുമായി കഴിഞ്ഞ അനസൂയയുടെ കഥയവ മഹർഷി നാരദൻ വഴി ലക്ഷ്മി, സരസ്വതി, പാർവതി ദേവിമാരുടെ ചെവിയിലുമെത്തി. അനസൂയയുടെ ഭർത്താവിനോടുള്ള ഭക്തിയും ആത്മവിശ്വാസവും അറിഞ്ഞ ദേവിമാർ അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതിനായി മൂവരും അവരുടെ ഭർത്താക്കന്മാരെ അനസൂയയുടെ അടുത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. തുടർന്ന് ദേവിമാരുടെ വാക്കുകേട്ട് ത്രിമൂർത്തികളായ വിഷ്ണുവും ശിവനും ബ്രഹ്മാവും അനസൂയയുടെ അടുത്തെത്തി. സന്യാസിമാരുടെ വേഷത്തിലെത്തിയ ഇവർ അനസൂയയോടെ ഭിക്ഷ ചോദിച്ചു. അനസൂയ അതിന് തയ്യാറായെത്തിയപ്പോൾ മൂവരും ഒരു കാര്യം കൂടി അവരോട് പറഞ്ഞു. വിവസ്ത്രയായി വേണം ഞങ്ങൾക്ക് ഭിക്ഷയും ആഹാരവും തരാൻ. ഇതുകേട്ട അനസൂയ ഒരു നിമിഷം തന്റെ ഭർത്താവിന്റെ പാദപൂജ ചെയ്ത ജലത്തിൽ നോക്കി പ്രാർത്ഥിച്ചു. നിമിഷനേരം കൊണ്ട് സന്യാസിമാരുടെ വേഷത്തിലെത്തിയ ത്രിമൂർത്തികൾ കൈക്കുഞ്ഞുങ്ങളായി മാറി.
പിന്നീട് അനസൂയ വിവസ്ത്രയായി ആ കൈക്കുഞ്ഞുങ്ങളെ പരിചരിച്ചു. ഇതറിഞ്ഞ് അവിടെ എത്തിയ ദേവിമാർ ഭർത്താക്കന്മാരെ പഴയ രൂപത്തിൽ തിരിച്ചു നൽകണമെന്ന് അനസൂയ ദേവിയോട് അപേക്ഷിച്ചു. അനസൂയ ദേവിയുടെ സ്വഭാവശുദ്ധിയെ സംശയിച്ച അവരുടെ പ്രവൃത്തിയിൽ അവർ ക്ഷമ ചോദിച്ചു. പിന്നീട് അനസൂയ ദേവി ത്രിമൂർത്തികളെ പഴയ രൂപത്തിൽ ദേവിമാർക്ക് തിരിച്ചു നൽകി. അങ്ങനെ ശുചീന്ദ്രത്ത് ത്രിമൂർത്തികളുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ മുകൾ ഭാഗം ശിവനെയും നടുഭാഗം വിഷ്ണുവിനെയും താഴ്ഭാഗം ബ്രഹ്മാവിനെയും പ്രതിനിധാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. ദേവേന്ദ്രൻ നിർമ്മിച്ച ക്ഷേത്രമെന്നാണ് മറ്റൊരു വിശ്വാസം. ഗൗതമ മഹർഷിയുടെ ഭാര്യ അഹല്യയുടെ സൗന്ദര്യത്തിൽ ഇന്ദ്രൻ അനുരക്തനാവുന്നു. ഒരു ദിവസം രാത്രി ഗൗതമ മഹർഷിയുടെ പർണശാലയിലെത്തിയ ഇന്ദ്രൻ കോഴിയുടെ രൂപം സ്വീകരിച്ചു കൂവുന്നു. ഇതുകേട്ടുണർന്ന് ഗൗതമ മഹർഷി നേരം പുലർന്നെന്നു കരുതി പൂജകൾക്കായി തൊട്ടടുത്തുള്ള നദിക്കരയിൽ പോയി. തുടർന്ന് ഗൗതമ മഹർഷിയുടെ രൂപം സ്വീകരിച്ച ഇന്ദ്രൻ അഹല്യയെ സമീപിക്കുന്നു. സ്നാതി പൂജകൾക്കായി പോയ ഗൗതമ മഹർഷി ഇരുട്ടുമാറിയില്ലെന്നു മനസ്സിലാക്കി പർണശാലയിൽ തിരികെ എത്തുന്നു. അപ്പോൾ വേഷപ്രച്ഛന്നനായ ഇന്ദ്രനൊപ്പമുള്ള അഹല്യയാണ് മഹർഷി കാണുന്നത്. രോക്ഷാകുലനായ മഹർഷി ശിലയായി പോകട്ടെയെന്ന് അഹല്യയെയും സഹസ്രമുഖനായി മാറട്ടെയെന്ന് ഇന്ദ്രനെയും ശപിച്ചു. ശാപമോക്ഷത്തിനായി ജാനാരണ്യത്തിലെത്തി ദേവേന്ദ്രൻ ത്രിമൂർത്തികളെ തപസ്സു ചെയ്തെന്നും അവർ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ശാപമോക്ഷം നൽകിയെന്നുമാണ് വിശ്വാസം. തുടർന്ന് ഇന്ദ്രൻ ത്രിമൂർത്തികൾക്കായി ക്ഷേത്രം പണിയുകയായിരുന്നത്രേ. ഈ ടെമ്പിൾ ഒരു സംഭവം തന്നെയാണ് ഗൈസ്. ആക്ച്വലി ഒത്തിരി വണ്ടർഫുൾ ആർക്കിടെക്ചറാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ എന്താ പറയുക, കന്യാകുമാരിയിൽ വരികയാണെങ്കിൽ ശുചീന്ദ്രം ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരു കാണേണ്ട സ്ഥലം തന്നെയാണിത്. ഇതാണ് ഈ ടെമ്പിളിൻ്റെ പ്ലാൻ, ശുചീന്ദ്രം ടെമ്പിളിൻ്റെ പ്ലാൻ. ഇവിടെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്, സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ആ കാണുന്നതാണ് ഗൈസ് ശുചീന്ദ്രൻ ടെമ്പിൾ. ഞങ്ങളവിടെ ദർശനം കഴിഞ്ഞ് പുറത്ത് വന്നു. ഇവിടെ ഒരു നാരായണി ടെമ്പിൾ ഉണ്ട്, ഒരു ശക്തിപീഠമാണ്. ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ലേറ്റായിപ്പോയി, അപ്പോൾ ടെമ്പിൾ അടച്ചു. ബട്ട് പുറത്തുനിന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഇതിൻ്റെ അടുത്തായിട്ടൊരു കാൽ ഭൈരവ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഈ ടെമ്പിൾ മിസ് ചെയ്യരുത്. അപ്പം ഞങ്ങളങ്ങനെ ടെമ്പിൾ ദർശനം എല്ലാം കഴിഞ്ഞ് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് വന്നു ഗൈസ്. ആ റെസ്റ്റോറൻറ്റ് പേരാണ് മൂർത്തി റെസ്റ്റോറൻറ്റ്. ഇവിടെ അടിപൊളി വെജ് മീൽസ് കിട്ടും. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെയും ട്രൈ ചെയ്യാം. എങ്ങനെയുണ്ട് അഞ്ജലി ഫുഡ്? അടിപൊളിയല്ലേ, നല്ല ഒത്തൻറ്റിക് ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ പുറകെ കാണുന്നതാണ് ഗൈസ് മാരുതി ഹോട്ടൽ. അവിടെ നിന്ന് അടിപൊളി ഊണായിരുന്നു. ഓക്കെ, പ്രോപ്പർ വെജിറ്റേറിയൻ ഊണായിരുന്നു. കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും. ഇറങ്ങി ഇനി പാർക്കിങ്ങിലേക്ക് പോവാണ്. അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങള് ശുചീന്ദ്രൻ ടെമ്പിള്, പിന്നെ എന്താ നാരായണി ടെമ്പിൾ, ഇതെല്ലാം കണ്ടു. പ്രോപ്പറായിട്ട് ദർശനം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, തിരിച്ചു വണ്ടിയിലെത്തി. അപ്പൊ ഇനി പോവാം നമുക്ക് രാമേശ്വരത്തേക്ക്. ഇവിടുന്ന് ആക്ച്വലി എന്താ ശുചീന്ദ്രത്തിൽ നിന്ന് ഓൾമോസ്റ്റ് ലൈക്ക് 5 മണിക്കൂർ 45 മിനിറ്റും ഉണ്ട്. 306 കിലോമീറ്റർ പോവാം. അപ്പം ആദ്യത്തെ റെയിൽവേ ക്രോസിംഗ് കിട്ടി ഗൈസ്. ട്രെയിനൊന്നും വരുന്നില്ല, നല്ല ലുക്കായിരുന്നു വന്നിരുന്നെങ്കിൽ. ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ രാമേശ്വരം പോണ വഴിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് എന്തോ ചെറിയൊരു അമ്പലം കണ്ടു. ആക്ച്വലി പുറത്താണ് ഒരു വിഗ്രഹം, കണ്ടപ്പോൾ ഒന്ന് കയറി തൊഴാൻ തോന്നി. അപ്പോൾ ആദ്യ വഴി പോലും ആയില്ല ഗൈസ്. ഇന്ന് കാണുന്ന അമ്പലത്തിലെല്ലാം നിർത്തി ഞങ്ങൾ പോകുന്നത്. എപ്പോൾ രാമേശ്വരത്തൊന്നും അറിയില്ല. മാപ്പിൽ കാണിക്കുന്നത് രാത്രി 8 മണിയാവും എത്താനായിട്ടെന്ന്. ആ മുന്നിലത്തെ വ്യൂ കണ്ടോ ഗൈസ്, എന്ത് കിടുവല്ലേ. മൗണ്ടൈനും ഐ തിങ്ക് മൊത്തം ക്ലൗഡ് വന്ന ഫോഗോ ആണ്, മൊത്തം കവറായി നിൽക്കുകയാണ്. ഒരു ഡിഫറെന്റ് വൈബ് തന്നെയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആക്ച്വലി. എന്താ പറയാ, ഇതേപോലെ റോഡ് ട്രിപ്പ് നടത്തുമ്പോൾ ഇതുപോലൊരു ഫീൽ കിട്ടുന്നത്. അല്ല, ഇതിങ്ങനെ എന്താ പറയുക, റോഡ് ട്രിപ്പ് ചെയ്യാനായിട്ട് എന്താ പറയാ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ഇതൊരു ഭാഗ്യം തന്നെയാണ് ഇതുപോലെ റോഡ് ട്രിപ്പ് ചെയ്യാനായിട്ട്. എന്തായാലും വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. താങ്ക്ഫുൾ ടു മീ, മൈസെൽഫ് ആൻഡ് മൈ വൈഫ്. മഴ കിട്ടി ഫൈനലി. ഈ ട്രിപ്പിൽ ഞങ്ങൾ ആദ്യത്തെ മഴയാണ്. ഇത്രയും നാളും കാത്തു നിൽക്കേണ്ടതൊരു മഴ കിട്ടാനായിട്ട്. ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചു കന്യാകുമാരിയിൽ ആ പാലമില്ലേ, രാത്രി ആ പാലത്ത് നിൽക്കുമ്പോഴേക്കും മഴ പെയ്യുന്നു. ബട്ട് പെയ്തില്ല. എനിക്ക് കാടും മഴയും എന്താ പറയുക മൗണ്ടൈൻസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ആക്ച്വലി ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ന് ഞാൻ എന്താ കാട്ടിനല്ലേ താമസിച്ചേനെ. അപ്പോൾ നിങ്ങൾക്ക് രാമേശ്വരം വരണമെങ്കിൽ നിയറസ്റ്റ് എയർപോർട്ടാണ് ടുട്ടിക്കോറൻ എയർപോർട്ട്. നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടും നിയർ ബൈ ആണ്.
ഇനി ഒരു ചായ ബ്രേക്കിന് നിർത്തിയാണ് ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഒരു വാഴയ്ക്ക ബജിയും വാങ്ങിച്ചു, 2 കോഫി. അഞ്ജലി ചെറുതായിട്ട് തലവേദന തുടങ്ങി. ഇതാണ് കട. കൊള്ളാം ഗൈസ്, ടേസ്റ്റിയാണ് വാഴയ്ക്ക ബജി. അപ്പോൾ വണ്ടി ഇതാ അവിടെ ആ കാറിന് പിറകിലായിട്ടുണ്ട്. പണിപ്പാളി ഗൈസ്. ആദ്യം വാങ്ങിച്ച കോഫിക്കകത്ത് ഈച്ച പോയി, 2ാമത് കോഫി ഫ്രീ ആയിട്ട് വന്നു. ബട്ട് ഇത് കൊള്ളാം കേട്ടോ, വാഴയ്ക്ക ബജി ആക്ച്വലി അടിപൊളിയായിരുന്നു. മുന്നിൽ പോണ വണ്ടിയില്ലേ, കന്യാകുമാരി മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്. കന്യാകുമാരിയിലും കണ്ടായിരുന്നു ഞങ്ങള്. ഫ്രണ്ട്സ് KL, രാമേശ്വരം വരെ അവരും ഉണ്ട് ഗൈസ് കൂടെ. പെട്രോൾ അടിക്കാണ്ട് നിർത്തിയാണ് ഗൈസ്. ഫുൾ ഹാഫ് ടാങ്ക് ഉണ്ടായിരുന്നു. ഇനി ഒരു 2300 രൂപയ്ക്ക് അടിക്കാം. അപ്പോൾ ഇനിയും 100 കിലോമീറ്റർ ഉണ്ട് രാമേശ്വരത്തേക്ക്. ഞങ്ങൾ അങ്ങനെ ഇപ്പൊ എവിടെ എത്തിയെന്നറിയില്ല. ഇനിയും 1 മിനിറ്റ് ട്രാക്ടർ കേട്ടാ. ഞങ്ങൾ അങ്ങനെ എവിടെ എത്തിയെന്നറിയില്ല. 74 കിലോമീറ്റർ ഉണ്ട് ഇനി രാമേശ്വരത്ത് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് എത്താനായിട്ട്. അപ്പോൾ കുറച്ച് ഇരുട്ടായി, കുറച്ച് ലേറ്റായി. എന്നാലും കുഴപ്പമില്ല, എല്ലായിടത്തും ആളൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ പാമ്പൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങളും രാമേശ്വരം വരികയാണെങ്കിൽ ഇത് കാണാൻ മറക്കരുത്. ഇതൊരു അടിപൊളി സ്ഥലമല്ല, അടിപൊളി സംഭവമാണ്. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് രാത്രിയായി പോയി. എന്തായാലും കുഴപ്പമില്ല, നാളെ ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട് പാമ്പൻ ബ്രിഡ്ജും ധനുഷ്കോടിയൊക്കെ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് വിഷ്വൽസ് കാണിച്ചു തരാം. ബട്ട് എന്നാലും നിങ്ങളിവിടെ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഇത് മിസ് ചെയ്യാതെ ഇതിൻ്റെ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യുക. 2 സൈഡിലും കടലാണ് ഗൈസ്. കടലിന് കുറുകെയാണ് ഈ ബ്രിഡ്ജ്. എത്തിയിട്ട് പറയാം. എത്തിപ്പെട്ടു ഗൈസ്, ഫൈനലി ഞങ്ങൾ. സമയം 8 മണിയായി. 8 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഇതാണ് ഗൈസ് 3 ദിവസത്തേക്ക് ഞങ്ങളുടെ കൊട്ടാരം. ഈ ഹോട്ടലിൻ്റെ പേരാണ് ശ്രീമത്തില്ല. ആക്ച്വലി എന്താ പറയുക, കുറച്ച് കോസ്റ്റ്ലിയാണ്. രാമേശ്വരം പോലത്തെ സിറ്റിയിൽ ഇതേപോലെ നല്ല ഹോട്ടൽ കിട്ടാൻ വലിയ പാടായിരുന്നു. അതുപോലെ പാർക്കിംഗ് സ്പേസും വേണമായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എല്ലാം ഉള്ളൊരു പ്രോപ്പർ റൂം കിട്ടി. ഇതാണ് ബെഡ്. ഇവിടെ ഇരിക്കാനുള്ള ചെറിയ സൗകര്യമുണ്ട്. ആൻഡ് അഞ്ജലി 2 ദിവസമായിട്ട് കെറ്റിലിനായിട്ട് ചോദിക്കുകയാണ്. കെറ്റിലും ഉണ്ട് ഗൈസ്. ഷീ വിൽ ഗെറ്റ് ഹെഡേക്ക്. പിന്നെ ഇവിടെ ലഗേജ് വെക്കാൻ ചെറിയൊരു സ്പേസ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ വാഷ്റൂം നല്ലതാണ്, നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ബിഗ് സൈസ് ആണ്. ഹൗ ഈസ് ദ റൂം? Whatever we have booked out of that, this is the best one and the costliest one. Per day it cost us around 3,800 something, including flight taxes. It's like you pay more, you get more. അപ്പോൾ ഇനി ഒരു പരിപാടിയില്ല ഗൈസ്. റൂം നീറ്റ് ആണ്, സ്പേഷ്യസ് ആണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്ത വീഡിയോ, ഒത്തിരി വണ്ടി ഓടിച്ച് 350 കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് ഞങ്ങൾ രാമേശ്വരത്ത് എത്തിയത്. അപ്പോൾ നാളെ നിങ്ങൾക്ക് കാണാം രാമേശ്വരം, ധനുഷ്കോടി, പാമ്പൻ പാലം. കുറച്ച് ഹെഡേക്ക് ആയിരുന്നു പറഞ്ഞ വഴിക്ക്. അപ്പം ഇപ്പൊ പോയി സെറ്റായി. അപ്പൊ നാളത്തെ വിഷ്വൽസിൽ പാമ്പൻ പാലം, എന്താ പറയാ, രാമേശ്വരം ടെമ്പിള്. ഇല്ല, രാമേശ്വരം ടെമ്പിൾ അടുത്ത ദിവസത്തെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ പാമ്പൻ പാലം. No. As of current plan, we have planned tomorrow that we'll go for Dhanushkodi and Pamban Palam. അതുമല്ല, പിന്നെ ചെറിയ കുറച്ച് അമ്പലങ്ങളുണ്ട്. അമ്പലങ്ങളെല്ലാം ഒന്ന് കറങ്ങി കാണണം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാമിന്റെ മെമ്മോറിയൽ ഒരു സ്ഥലമുണ്ട്, അവിടെ അത് പോയി കാണണം. അപ്പൊ അതെല്ലാം കാണാനാണ് പ്ലാൻ. അപ്പോൾ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ട സ്ഥിതിക്ക് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അതുമല്ല, വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ, ശുഭരാത്രി. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഇന്നലെ പറഞ്ഞു, ഞാൻ ഒരാൾ വരുമെന്ന് പറയാണ്ട് പറഞ്ഞു ഒരുവിധം. ബൈ, ശുഭരാത്രി.